ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രൈഫിഷിനെ പറ്റിയിട്ടാണ്. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രൈഫിഷിനെ പറ്റിയിട്ടാണ് കേട്ടോ. കുറെ പേര് ഇതിനെ ക്രൈഫിഷ് ആണോ, ക്രോഫിഷ് ആണോ, ലോബ്സ്റ്റർ ആണോ എന്നൊക്കെ ഡൗട്ടോട് ചോദിക്കാറുണ്ട്. അപ്പൊ ക്രൈഫിഷ് എന്നും ക്രോഫിഷ് എന്നും പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റിനെ. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. പക്ഷെ അതല്ല നമ്മുടെ മെയിൻ ഇന്നത്തെ കണ്ടന്റ്. നമ്മൾ ഇതിനെ എങ്ങനെ വളർത്താം, ഇതിൽ നിന്ന് എങ്ങനെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇതിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പൊ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പോകട്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന ടാങ്കുകളൊക്കെയാണ് നമ്മൾ ബ്രീഡിങ്ങിനൊക്കെ കുറച്ച് പേഴ്സിനൊക്കെ ഇട്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് എഗ് ആയിട്ടുള്ള ഫീമെയിലുകളെ ഞാൻ മാറ്റി വേറൊരു ടാങ്കിൽ ഇട്ടിട്ട് കുഞ്ഞുങ്ങൾ വിരിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് ഞാൻ പോയി പിടിച്ചിട്ടുള്ള കുറച്ച് കുട്ടികളാണ്. ഈ ഒരു സൈസ് ആയി കഴിയുമ്പോഴേക്കും ഞാൻ നമുക്ക് ആ ഒരു ടാങ്കിൽ നിന്ന്, ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് ഞാൻ പിടിച്ച് വേറെ വലിയ ബോണ്ടിലേക്ക് ഇടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. പിന്നെ എന്താ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചെറിയ ടാങ്കിൽ ഇടുകയാണെങ്കിൽ ഇവര് വലുതാവും തോറുമ്പോൾ ഒരു പുറത്തൊരു ഷെല്ലുണ്ട്. ആ ഷെല്ല് പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇവര് കുറച്ചുകൂടി വലുപ്പത്തിലേക്ക് വരിക. അപ്പൊ അങ്ങനെ പൊളിച്ച് കളയുന്ന സമയത്ത് ഇവരുടെ ബോഡി ഭയങ്കര സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കിയുള്ള ക്രൈഫിഷുകൾ ഇവരെ അറ്റാക്ക് ചെയ്ത് ഇവരെ കൊന്ന് തിന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു പോണ്ടിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ടാങ്കിലേക്ക്, കുറച്ച് ഹൈഡിങ് സ്പേസുകളൊക്കെ ഉള്ള ടാങ്കിലേക്ക് നമ്മൾ ഇവർ ഇറക്കി വിടുകയാണെങ്കിൽ ഇവർക്ക് ആ ഒരു സമയം ഇവർക്ക് എവിടെയെങ്കിലും ഹൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. 2 ദിവസത്തിനുള്ളിൽ ഇവർ വീണ്ടും ഇവർ ആ ശല്യം ഒന്നുകൂടി ഹാർഡായി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ സേഫ് ആയിട്ട് നടക്കാം. അപ്പൊ ഈ കാണുന്ന ബ്രീഡിംഗ് ടാങ്കുകൾ ഇത് മാത്രമല്ല കേട്ടോ, ഇത് ശരിക്കും ഞാൻ ഒരു നല്ല രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇലയൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് മാറ്റാൻ പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബ്രീഡിംഗ് ടാങ്കുകൾ എങ്ങനെ കാണിച്ചിട്ടാ. ഇതിലിപ്പോ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഇലകളും കുറച്ച് പൈപ്പുകളും മാത്രമേ ഞാൻ കിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പാരൻസുകളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ നമ്മുടെ ബ്രീഡിംഗ് ടാങ്ക് സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബ്രീഡിംഗ് ടാങ്കിന്റെ അടിയിൽ മണലിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കുറച്ച് മണലിടുക, അതുപോലെ തന്നെ ഒരു സൈഡ് കുറച്ച് മണൽ കൂടുതലിട്ട് കയറ്റി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇവർക്ക് ചില സമയത്ത് കയറി ഇരിക്കേണ്ട ആവശ്യമൊക്കെ വരും. കാരണം നമ്മുടെ വെള്ളത്തിലുള്ള ഓക്സിജന്റെ കണ്ടന്റ് കുറയാണെങ്കിൽ ഇവർക്ക് പുറത്ത് വന്നിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ എടുക്കാതെ എയർ എടുക്കാനുള്ള ഒരു കഴിവുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ടാങ്ക് എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും കയറി ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേറെ എന്തെങ്കിലും ഡ്രിഫ്റ്റ് വുഡ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കല്ലുകൾ സ്റ്റോണുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഏറ്റവും ബെറ്റർ എനിക്കോട് മണൽ തന്നെ ആയിരിക്കും. കാരണം ഇവരുടെ ശരിക്കും ഇവർ മണ്ണിലൊക്കെ കുലുമുട്ടി ഒരു ഹോളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു വെറൈറ്റി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല ഇവരുടെ നാട്ടില്. നമ്മുടെ ഇവിടെ അല്ല, ഇവരുടെ നാട്ടിൽ ഇവര് പാടത്തും ഈ പറഞ്ഞ പോലെ തോട്ടുകളിലൊക്കെ ഉള്ളൊരു ഐറ്റാണ്. അപ്പൊ അവര് അവിടെ നമ്മുടെ ഇവിടെ 2 കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്ട് ഒളിച്ചിരിക്കില്ലേ, ഒരു കൂടുണ്ടാക്കില്ല, അതുപോലെ ഒളിച്ചിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ക്രാഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവർക്ക് ഏറ്റവും ഒരു എഗ്ഗായി കിട്ടിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പൊക്കെ വരുമ്പോഴാണ്. പെട്ടെന്ന് ഒരു ദിവസം നല്ല മഴ പെയ്തു അല്ലെങ്കിൽ നല്ല പെട്ടെന്ന് തണുപ്പുള്ള ഒരു ദിവസമൊക്കെ ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നന്നായി കുറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇവർക്ക് മെയ്റ്റ് ചെയ്യാനും ചാൻസസ് കൂടുതലാണ്. അങ്ങനത്തെ ഒരു ചിലപ്പോൾ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു തണുപ്പ്, നല്ല ചൂടിൽ നിന്ന് നല്ല തണുപ്പിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇവര് ബ്രീഡായി കിട്ടാറ്, നമുക്ക് എഗ്ഗായി കിട്ടാറ്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഇവരൊക്കെ മാറ്റി വേറെ ടാങ്കിലേക്ക് ഇടാറ്. അപ്പൊ ഇവിടെയുള്ള ഈ ഫ്രിഡ്ജ് ബോക്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് എഗ്ഗായി കിട്ടുന്ന സമയത്ത് മൊത്തം ഞാൻ നമുക്ക് നമ്മുടെ ഉള്ള കാരണം കേട്ടോ ഓരോ ഫ്രിഡ്ജ് ബോക്സുകളും കൊണ്ട് മാറ്റി ഇടാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലൊക്കെ ഇട്ടുണ്ടെന്ന് പോലും ഞാൻ കറക്റ്റ് നോക്കാറില്ല. ഇതിലൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളായി കഴിയുമ്പോഴാണ് എല്ലാത്തിലും വേറെ മീനുകളും കിടക്കുന്നുണ്ട്, പീസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളായി കഴിയുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പീസിലൊക്കെ തന്നെ ഇവരും കഴിച്ചോളും. അപ്പൊ ഇതിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒരു ചെറിയ സൈസ് ആകുമ്പോൾ കളക്ട് ചെയ്ത് വേറെ വലിയ കൊണ്ടിലേക്ക് ഇടാറാണ് പതിവ്. ഇതിലൊക്കെ നമുക്ക് നോക്കി നോക്കാറുണ്ട്. ഈ കാണുന്നൊക്കെ ചെറിയ പ്രൊഫഷനാണ്, ഭയങ്കര ചെറിയ കുട്ടികളാണ്. ഈ ഒരു ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ ബാച്ച് കുട്ടികളെ ഇറക്കിയിരുന്ന ഒരു ടാങ്കാണ്. വളരെ ചെറിയ കുട്ടീനെയാണ് ഇറക്കിയത്. ഇപ്പൊ സൈസ് ഉണ്ട്. ഇന്ന് പിടിച്ച കുട്ടികളൊക്കെ നമ്മൾ ഈ ഒരു ടാങ്കിനാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ വളരെ ചെറിയ കുട്ടികളാണ്. 1 മാസത്തിനുള്ള തന്നെ നമുക്ക് ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും. ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലൊക്കെ നമ്മൾ ഓരോ ക്രാഫിഷിനെ വീതം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഫീമെയിൽസ് ആണ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇടയ്ക്ക് ഓരോ വീഡിയോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അവരെ ശല്യം ചെയ്യാൻ പാടില്ല. ഇവർക്ക് സ്ട്രെസ് കൂടുമ്പോൾ ഇവർ ഈ എഗ്ഗ് ഫുള്ള് അത് തിന്നാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഒരു ശല്യപ്പെടുത്താണ്ട് ഒരു ടാങ്കിൽ ഇടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വെള്ളം അധികം കേടാവാൻ പാടില്ല. അതിലെപ്പോഴും നല്ല ഓക്സിജന്റെ കണ്ടന്റ് എപ്പോഴും വെള്ളത്തിൽ നല്ല രീതിയിൽ ഉണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഈ മുട്ടയൊക്കെ കൂടുതൽ നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഞാൻ അറിഞ്ഞത്തിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു എഗ്ഗായിട്ട് നിൽക്കുന്ന ഒരു ഫീമെയിലിനെ കാണിച്ചു തരാം. നോക്കി നോക്കിട്ടാ വേണ്ടിയിട്ട് ഓരോ
പൈപ്പിന്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പിന്റെ കഷ്ണത്തിന്റെ ഉള്ളിൽ ആളിരിക്കുന്നുണ്ട്. ഇതൊരു വൈറ്റ് ക്രാഫ്റ്റ് ഫിഷ് ആണ്. ഇതാണ് ഈ കാണുന്ന ചെറിയ ചെറിയ മണികളാണ് അതിൻ്റെ എഗ്. ഇത് ഏകദേശം ഒരു 150-200 എഗ് ഉണ്ടായിരിക്കും. ഇത് മര്യാദയ്ക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ ഇതെല്ലാം വിരിഞ്ഞ് കിട്ടും. ഇനി അതല്ല ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ചെയ്യണ പോലെ ഇതിനെടുത്ത് ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഇത് മുട്ടയുടെ എണ്ണം കുറഞ്ഞു വരാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൂ ക്രാഫിഷിന്റെ കാണിച്ചു തരാം. അത് അത്യാവശ്യം വലിയ സൈസ് ആയിട്ടുള്ള ഒരു ക്രാഫിഷ് ആണ്. അപ്പൊ അതിനും ഒരുപാട് മുട്ടകളായിട്ട് ഇരിക്കണ ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇതാണല്ലേ, ഇതിന് ഒരുപാട് എഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ കുറച്ച് എഗ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ എന്റെ കയ്യിലേക്ക് പ്രശ്നം? ഞാനത് പോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണ കാരണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് എഗ് കണ്ട ഭയങ്കര കുറച്ചുള്ളൂ. ഇത് ഇനി ചിലപ്പോൾ ഈ കാണുന്ന കുറച്ച് എഗ്ഗും കുറച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് പോകാനാണ് ചാൻസ്. അപ്പൊ നമ്മൾ കൂടുതൽ ഇവരെ ശല്യപ്പെടുത്തേണ്ടിരിക്കും. അപ്പൊ ഇനി അടുത്ത എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവാ, നമ്മുടെ ഈ ക്രാഫിഷിന് എന്ത് നമ്മൾ ഫീഡ് ചെയ്യുന്നതായിരിക്കും. ഫീഡ് നമ്മുടെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പൊടിത്തീറ്റയാണ്. അതുപോലെ തന്നെ ഇത് വലിയവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പെല്ലറ്റ് തീറ്റയാണ്. ഇതൊന്നും അല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ക്യാരറ്റ് കൊടുക്കാം, അതുപോലെ തന്നെ കുക്കുംബറിന്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഒരുവിധ വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഇവർ കഴിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊന്നല്ലാണ്ട് നമുക്ക് ഫ്രോസൺ ബ്ലഡ് വേം, ആർട്ടീമിയ ഒക്കെ കൊടുക്കാം, നല്ലതാണ്. പിന്നെ ഡെഡ് ആയിട്ടുള്ള ഫിഷുകൾ, മാംസം കാര്യങ്ങളൊക്കെ ഇവർ കഴിക്കും. പക്ഷെ അധികം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർക്കൊരു ടെൻഡൻസി കൂടുതലായിരിക്കും ബാക്കിയുള്ള മീനുകളൊക്കെ അറ്റാക്ക് ചെയ്ത് കൊന്ന് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ നമുക്ക് ഇതുപോലത്തെ പെല്ലറ്റ് ഫീഡുകൾ കൊടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഫ്രോസൺ ബ്ലഡ് വേം അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പ്ലാന്റ്സുകൾ കൊടുക്കാം. പ്ലാന്റ്സ് പക്ഷെ നമ്മുടെ ടാങ്കില് സ്ഥിരമായിട്ട് ഇടാൻ പറ്റില്ല. കാരണം ഇവരത് നശിപ്പിച്ച് കളയും. അത് കാരണം വേറെ ഏതെങ്കിലും ടാങ്കിൽ നമുക്ക് ഗപ്പി ഗ്രാസോ അല്ലെങ്കിൽ ഫോക്സ് ടൈലൊക്കെ വളർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇവർക്ക് ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ ക്രാഫിഷിനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇവരെ മാർക്കറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് നമ്മുടെ ക്രാഫിഷിന്. നമുക്കൊരു മീഡിയം സൈസിലൊക്കെ ഷോപ്പിൽ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ ഒരു 50 രൂപ 60 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. നല്ലൊരു റേറ്റ് തന്നെയാണ്. കാരണം നമുക്ക് തീരെ എക്സ്പെൻസ് വരാത്തൊരു ഫിഷാണ് നമ്മുടെ ക്രാഫിഷ്. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്രാഫിഷ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ബ്രീഡിങ്ങിന്റെ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 5 പേരെങ്കിലും ഒക്കെ ഒരുമിച്ച് വാങ്ങി വളർത്തുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടും. കൂടുതൽ നമുക്ക് ബ്രീഡായി കിട്ടും. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കൂടുതൽ കൈസിലാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് നമുക്ക് ബ്രീഡായി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ എപ്പോഴും ഹൈഡിങ് സ്പേസും കാര്യങ്ങളൊക്കെ എന്തായാലും വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തമ്മിൽ തല്ലുപിടിച്ച് അവർക്ക് ചാൻസ് കൊടുക്കണം. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ക്രാഫിഷിനെ വളർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തായാലും എല്ലാവരും വളർത്തി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ, അതും പുതിയ ഫിഷിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.